ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനഭാഗം വായിക്കാം. യെശയ്യാവ് 53:4. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. ഇവിടെ NIV ബൈബിൾ എഴുതിയിരിക്കുന്ന സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, എന്നിട്ടും ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും പീഡിപ്പിച്ചും ഇരിക്കുന്നുവെന്ന് നാം കരുതി എന്ന് ഈ ബൈബിൾ എഴുതുന്നു. നാം വിചാരിച്ചിരിക്കുന്നു എന്ന് സത്യവേദ പുസ്തകം എഴുതിയിരിക്കുന്നു. അതായത് സാക്ഷാൽ യഥാർത്ഥത്തിൽ എൻ്റെ ശരീരത്തിന് പാപം നിമിത്തം വരാമായിരുന്ന എല്ലാ രോഗങ്ങളെയും ശാപങ്ങളെയും അവൻ ചുമന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അത് ഞാൻ കരുതേണ്ട കാര്യമല്ല, ഞാൻ വിചാരിക്കേണ്ട കാര്യമല്ല, അതാ യാഥാർത്ഥ്യം. സൃഷ്ടാവിന് തൻ്റെ മേലുള്ള സ്നേഹമായിരുന്നത്. ആ സ്നേഹം നിമിത്തം മനുഷ്യ ശരീര മാതൃകയിൽ ഇറങ്ങിയ യേശുവിൻ്റെ ശരീരത്തിൻ്റെ മേൽ നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ നടപ്പാക്കി. അതാണ് ദൈവസ്നേഹം. മനുഷ്യ ശരീര മാതൃകയിൽ ഇറങ്ങിയ ആ ശരീരത്തിൻ്റെ മേൽ നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ നടപ്പാക്കി. ശിക്ഷ നടപ്പാക്കി എന്നുള്ളത് കഴിഞ്ഞ കാര്യമായതുകൊണ്ട് അത് ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുത്താൽ അത് നമുക്ക് സൗഖ്യമാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യഥാർത്ഥത്തിൽ ദൈവസ്നേഹം. ഇനി യെശയ്യാവ് 53:5-6 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിടരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. എന്നാൽ നമ്മുടെ ലംഘനങ്ങൾക്ക് വേണ്ടി മുറിവേൽക്കുകയും നമ്മളുടെ അകൃത്യങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു. നമ്മൾ പ്രത്യേകിച്ച് വിശ്വാസി മനസ്സിലാക്കണം, യേശു ഒരു പാപവും ചെയ്തില്ല. നമ്മളുടെ ലംഘനങ്ങൾ നിമിത്തം മുറിവേൽക്കുകയും നമ്മളുടെ അതിക്രമങ്ങൾ നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു. യേശു ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സമാധാനത്തിനു വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേൽ പതിച്ചു, അവൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നാ എഴുതിയേക്കുന്നത്. അപ്പോൾ സൗഖ്യം എന്താ ചെയ്യേണ്ടത്? സൗഖ്യം പ്രാപിക്കേണ്ട കാര്യമാണ്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റി അലഞ്ഞു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഇത് 2023 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ഇത് നടത്തി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ നോക്കിക്കേ, ഈ കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ രോഗികളെന്ന് പറയുന്നത് വിശ്വാസികളാണ്. ഏറ്റവും കൂടുതൽ രോഗികൾ വിശ്വാസികളാണ്. ഒരു മയവും വേണ്ട. തിരുവല്ലയിലൊക്കെ ചെന്ന പല ആശുപത്രികളിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇരിക്കുന്ന 90% രോഗികളും വിശ്വാസികളാണ്. വിശ്വാസികൾക്കില്ലാത്ത രോഗങ്ങളുമില്ല. എന്താണ് ഈ അകൃത്യം? കൃത്യമല്ലാത്തതൊക്കെയും അകൃത്യമാണ്. കൃത്യതയില്ലാത്തതൊക്കെയും അകൃത്യമാണ്. സത്യമായതല്ലാത്തതൊക്കെയും അസത്യമാണ്. പരിശുദ്ധമായതല്ലാത്തതൊക്കെയും അശുദ്ധമാണ്. കൃത്യമല്ലാത്തതൊക്കെയും ദൈവം കൃത്യമായും, അസത്യമായതൊക്കെയും ദൈവം സത്യമായും, അശുദ്ധമായതൊക്കെ പരിശുദ്ധമാകാനുമുള്ള കാര്യങ്ങൾ ക്രൂശ് മരണത്തിൽ യേശു ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രൂശിലൂടെ ഞാൻ ദൈവത്തിന് സ്വീകാര്യനായി മാറി. ഇനി വായിച്ച കൊളോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും
ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായി തീരണമെന്നും എന്നും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആ പുത്രനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്ത പിതാവിന്. അപ്പോൾ നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ അർത്ഥം നമ്മൾ ഇതിനകത്ത് പ്രവേശിച്ചിട്ടില്ല. നമ്മൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്കിത് മനസ്സിലായിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ ഇത് മനസ്സിലാകേണ്ട പോലെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കുറ്റം ആർക്കാ? പരിശുദ്ധാത്മാവിൻ്റെ മേൽ പഴി വെച്ച് രക്ഷപ്പെടരുത്. ഇതിൻ്റെ കുറ്റം 100% ശുശ്രൂഷകർക്കാണ്. 100% ഇതിൻ്റെ കുറ്റം ശുശ്രൂഷകർക്കാണ്. ഇവരിത് യോഗ്യമായി പഠിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. ഇത് യോഗ്യമായി ജനത്തിനെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. യോഗ്യമായി ജനത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നു. അവരെന്നാ കാണിച്ചു? ഈ സഭകളുടെ ശുശ്രൂഷകർ 90% കാണിച്ചത് അവർ മതനേതാക്കന്മാരായി മാറി. അവരിതിൻ്റെ നന്മകൾ അനുഭവിച്ചു. അവർ വലിയ ഗമേലിങ്ങനെ പണ്ടായിരുന്ന മതനേതാക്കന്മാർ നടക്കുന്ന പോലെ ഇപ്പോൾ ഇവർ നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും ആർക്കും മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മുടെ ലംഘനങ്ങൾക്ക് വേണ്ടി മുറിവേക്കുകയും നമ്മുടെ അകൃത്യം നിമിത്തം തകർക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശിക്ഷ അവൻ്റെ മേൽ പതിച്ചു. അവൻ്റെ അടിപ്പിണറുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. മിക്ക സഭകളിലും 4-5 ക്യാൻസർ രോഗി ഇരിക്കുക, പ്രഷറുകാർ ആവശ്യം പോലെ, ഷുഗറുകാർ ഇഷ്ടം പോലെ, അലർജി രോഗികൾ ഇഷ്ടം പോലെ, സകലമാന പ്രശ്നക്കാരിരിക്കുക. നാം എല്ലാം ആടുകളെപ്പോലെ തെറ്റി അലഞ്ഞു. നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞു. എന്നാൽ നമ്മളുടെ അകൃത്യം എല്ലാം യഹോവ അവൻ്റെ മേൽ ചുമത്തി. പരിഹാരം വരുത്തിയിട്ട് വിശ്വസിക്കുന്നവൻ ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വിശ്വസിക്കുന്ന ജനത്തിന് ഇതിൻ്റെ മർമ്മം പിടികിട്ടിയിട്ടില്ലെന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്തം കേരളത്തിലെ ശുശ്രൂഷകർക്ക് തന്നെയാണ്. മലയാളികൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ ഒരു വാക്യം കൂടെ വായിച്ചേ. ഹെബ്രായ ലേഖനം 2:11, 12, 13 വാക്യങ്ങൾ വായിച്ചേ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കുമെന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരേ പിതാവിൻ്റെ മക്കളാണ്. കേരളത്തിലെ പെന്തക്കോസ്തുകാർ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ വിശ്വാസികളും കേരളത്തിലെ ശുശ്രൂഷകന്മാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവരും ഒരേ പിതാവിൻ്റെ മക്കളാണ്. ഒരു മാറ്റവും വേണ്ട. വിശുദ്ധീകരിക്കുന്നവൻ യേശുക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നവർ മക്കൾ, ഇതെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് അവിടുന്ന് അവരെ സഹോദരന്മാരെന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ദൈവം സഹോദരന്മാരെന്ന് വിളിക്കുക. ഇവിടെയുള്ള ശുശ്രൂഷകന്മാർ അവനവൻ്റെ കയ്യിലുള്ളതിനെ പൊത്തിപ്പിടിക്കുക. എന്തിനാണെന്നറിയാവോ? ഇതെൻ്റെ ആടാണ്, ഇതിൻ്റെ കറവ എനിക്കുള്ളതാണ്, ഞാൻ ഇതിൻ്റെ പാലും ഇതിൻ്റെ ചാണകവും അവസാനം ഇതിനെ കൊന്ന് ഇതിൻ്റെ പോട്ടിയും കൂടെ എടുക്കുമെന്നും പറഞ്ഞ് ഇതിനെ പിടിച്ച് നിൽക്കുക. എനിക്കൊട്ട് പഠിപ്പിക്കാൻ അറിയത്തുമില്ല, അറിയാവുന്ന ഒരുത്തനെ കേൾക്കാൻ സമ്മതിക്കുകയില്ല. എൻ്റെ കൂടെ നിന്ന് തങ്ങ് നശിച്ചു പോട്ടെ, എൻ്റെ ജീവിതം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞ് യുവമാരങ്ങ് ഇറങ്ങുക. എന്നിട്ട് എഴുതിയേക്കുന്നു, അവിടുത്തെ നാമത്തെ ഞാൻ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭയുടെ മുമ്പാകെ ഞാൻ അവിടുത്തേക്ക് സ്തുതി പാടും എന്നും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും എൻ്റെ ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് അവിടുന്ന് പ്രസ്താവിക്കുന്നു. ദൈവം അങ്ങനെ പ്രസ്താവിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ശുശ്രൂഷകന്മാർ തലപോയത് സമ്മതിക്കല. അതായത് വീണ്ടും ജനിക്കുന്നതിലൂടെ ഞാൻ ദൈവ കുടുംബത്തിലെ അംഗമാവുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ നാഥൻ ദൈവമായി തീരുന്നു. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ക്രൂശിലെ സ്നേഹത്താലാണ് ഇത് സാധ്യമാകുന്നത്. അതിനും തർക്കമില്ലല്ലോ. 12ാമത്തെ വാക്യം എഴുതിയേക്കുന്നത് എന്ന് വെച്ചാൽ
അവിടുത്തെ നാമം ഞാൻ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭയുടെ മുമ്പാകെ ഞാൻ അവിടത്തേക്ക് സ്തുതി പാടും. എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കാൻ ഈ അച്ഛന്മാരെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഈ പുരോഹിതന്മാരെന്ന് പറയുന്ന, പാസ്റ്റർമാരെന്ന് പറയുന്നവന്മാർ സമ്മതിക്കണ്ടേ? അവനുമായിട്ടൊന്നും യാതൊരു പരിപാടിക്കും പോയേക്കരുതേ. നീ അങ്ങോട്ട് പോയാൽ നീ സ്വാതന്ത്ര്യം പ്രാപിക്കും, ദൈവവചനം പഠിക്കും. നീ ഇവിടെ എൻ്റെ അടിമയായിട്ടൊന്നുമില്ല. നീ വേണമെങ്കിൽ എന്നെ പൊക്കിക്കോ, നിനക്ക് ഞാൻ ഞായറാഴ്ച 2 പാട്ട് പാടാൻ അവസരം തരാം. നീ വേണേൽ ഞായറാഴ്ച വേണേൽ 2 പ്രസംഗം അങ്ങ് പ്രസംഗിച്ചോ. നീ എന്നാ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, നീ എന്നതേലും പറ. ഇത് ഈ അവസ്ഥയിലോട്ട് പോയി. അതായത് എൻ്റെ കുടുംബകാര്യമാണെന്നാണ് പറയുന്നത്. ഒരുവൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവ കുടുംബത്തിൽ ജനിച്ച പിതാവ് നാഥനാണെങ്കിൽ, പിതാവ് ആ കുടുംബനാഥനാണെങ്കിൽ, ആ യേശു മൂത്ത സഹോദരനായിട്ട് വരുന്നെങ്കിൽ ഇതെൻ്റെ കുടുംബകാര്യമാണ്. എൻ്റെ സഹോദരൻ്റെ, എൻ്റെ മൂത്ത സഹോദരനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് നേടിയതായത്. എൻ്റെ കുടുംബത്തിലൊരു കള്ളൻ, എൻ്റെ കുടുംബത്തിലൊരു കള്ളൻ, ആഗോള സഭയ്ക്കകത്തൊരു കള്ളൻ, കള്ളൻ്റെ ആത്മാവുള്ളവൻ കയറിയാൽ ഞാൻ സഹിക്കരുത്. എന്തു വില കൊടുത്തു എതിർക്കണം, എന്തു വില കൊടുത്തു അതിനെ തകർക്കണം. എൻ്റെ കുടുംബത്തിനകത്ത് ഇത് ആഗോളപരമായി ഒരു സഭയേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവാണ് അതിൻ്റെ നാഥൻ. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാ, സൗഖ്യവും ഉണ്ടായതാ. ഇത് പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകം മുഴുവനുള്ള ഒരു കൂട്ടമാണ്. ഈ സഹോദരങ്ങൾ തമ്മിൽ സഹകരിക്കേണ്ടതാണ് സഭയുടെ അതിർവരമ്പുകളില്ലാതെ. ഇതിന് തടസ്സമായി നിൽക്കുന്നത് ശുശ്രൂഷകരാണ്. അവരെ അടിച്ചു പുറത്താക്കണം. അവരുടെ ഉപജീവന മാർഗത്തിന് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അല്ലിത്. അവർ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടിയാണെങ്കിൽ അവരെ തകർക്കണം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ലോകം മുഴുവനുള്ള ഞങ്ങളുടെ സഹോദര വർഗങ്ങളെ വീണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദൈവസഭയുടെ നാഥനായ പിതാവായ ദൈവത്തിൻ്റെ കീഴിൽ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവജനമെന്ന ദൈവസഭയ്ക്ക് അവരെ അവിടെയായി പിടിച്ചു വച്ചിരിക്കുന്ന പൈശാചിക കെട്ടുകളുടെ പുറകിൽ വ്യാപരിക്കുന്ന ശുശ്രൂഷകരെന്ന പൈശാചിക കേന്ദ്രങ്ങളെ ദൈവം തകർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, വചനം എന്തു പറയുന്നുവോ, ദൈവം എന്തുദ്ദേശിക്കുന്നുവോ അതിൻ്റെ മർമ്മങ്ങൾ ജനത്തിന് മനസ്സിലാക്കി കൊടുത്ത് യഥാർത്ഥ സൗഖ്യം പ്രാപിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, കെട്ടുകൾ വ്യാപരിക്കുന്ന വ്യക്തികൾ ശുശ്രൂഷകരായി നിൽക്കുന്നെങ്കിൽ അവരെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ആത്മഗോളം തകർന്നു പോയതിൻ്റെ 100% ഉത്തരവാദിത്വം ഈ ശുശ്രൂഷകരാണെന്ന് ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി സമ്മതിക്കുന്നു. കർത്താവ് ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടാക്കണമേ. ദൈവത്തിൻ്റെ സഭയെ അങ്ങ് ദയയോടെ ഓർക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. പരീശന്മാരെ തകർക്കുന്ന കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.